Hey guys, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ never have I ever challenge. So guys, ഇതില് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതെന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഞങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് അതെന്താ സംഭവം എന്നുള്ളത് പറയാട്ടോ. നേരത്തെ പറഞ്ഞു നമ്മുടെ ചലഞ്ച് ആയത് നെവർ ഹാവ് ഐ എവർ ചലഞ്ച് ആണ്. അപ്പൊ അതിലെന്താ വെച്ചാൽ ഞങ്ങളൊരു ബൗളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് പിക്ക് ചെയ്യും, എന്നിട്ട് അത് ഹാവ് ആണോ ഹാവിറ്റ് ആണോ എന്നുള്ളത് പറയും. നമ്മളുടെ അലീനയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. വി ഹാവ് നോ ഐഡിയ ആക്ച്വലി എന്താണ് ക്വസ്റ്റ്യൻസ്. ഞാൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ എനിക്ക് ക്വസ്റ്റ്യൻസിനെ പറ്റി ഒരു ധാരണയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരെണ്ണത്തില് ഹാവിന്റെന്നും ഒരെണ്ണത്തില് ഐ ഹാവ് എന്നും എഴുതിയിട്ടുണ്ട്. നമ്മളിതിന്റെ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യും, എന്നിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 3 പേർക്കും ഓരോ ഇതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഐ ഹാവ് സെറ്റ് അല്ലേ? തെറ്റിപ്പോവാമോ? ഓക്കെ, ഫസ്റ്റ് ആരെടുക്കുന്ന? ഞാൻ എടുക്കാം. എടുത്തോ. ഞാൻ കയ്യിലെടുത്തിരിക്കാം. വായിക്കട്ടെ. Never have I ever used a ridiculous pickup lines. അയ്യോ ഇല്ല. അതിനുള്ള ബുദ്ധിയൊന്നും പിക്കപ്പ് ലൈൻ Never have ever burped in a quiet place. എമ്പക്കം ഇട്ടിട്ടുണ്ടോ ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇരുന്നിട്ട്? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. എമ്പക്കം നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ വരില്ലേ ക്വൈറ്റ് എല്ലാവരും കൂടി അങ്ങനെയില്ല. അയ്യോ ഇല്ല. ഐ ഹാവ്. ഓക്കെ, ക്വസ്റ്റ്യൻ അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? Never have I ever eaten something so spicy that I cried. സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കഴിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടോന്ന്? ഐ ഹാവ്. എനിക്ക് അച്ഛനോട് കാന്താരിയോട് വെച്ചൊരു സാധനം. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒന്നും. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പോയപ്പോ ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അവിടുത്തെ സ്പെഷ്യൽ അച്ചാർ അവർക്ക് കിൻഡിൽ കണക്കിന് മുളകിടും. ഇവിടെ ഒരു കൊണ്ടുണ്ട് ഒരു ഇത് തരാം. അത് എരിഞ്ഞ് മനുഷ്യന്റെ അത് ഈ അച്ചാറിന്റെ ആ ഒരു ഇത് കണ്ടപ്പോഴാക്രാന്ന് കൊത്ത് കൊറേ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചോറിൽ വെച്ച് പൊള്ളിപ്പോയി കഴിച്ചു. അയ്യോ കരഞ്ഞതായിട്ട് ഓർമ്മയില്ല, കാരണം ഞാൻ അത്യാവശ്യം എരിവുള്ളതൊക്കെ കഴിക്കും. വലിയ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാനായിട്ട് കറിയല്ലേ കണ്ടിയത് ഫുള്ള് വെള്ളം വന്ന്. പക്ഷെ അതിനാണ് നമുക്ക് അറിയാമെന്ന് പറയുന്നത് കണ്ണീന്ന് വെള്ളം വന്നെ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്റെ കണ്ണീന്ന് വെള്ളം വന്നില്ല, പക്ഷെ ഭയങ്കര സ്പൈസി ആയിരുന്നു. പിന്നെ ചില സമയത്ത് നമ്മൾ ആദ്യം വീട്ടിലൊക്കെ കസിൻസിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കും. പക്ഷെ നമ്മൾ ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും അത് കാണിക്കാനായിട്ടോ. അപ്പൊ നമ്മളിങ്ങനെ സഹിച്ചു നിന്ന് അങ്ങനെയൊക്കെ കഴിച്ചു. ചിക്കൻ ആയിരുന്നോണ്ട്. അതെ, അൽഫാമായതുകൊണ്ട്. പിന്നെ ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിരുന്നു. We were so hungry. Never have I ever had a secret crush. I have. I still have. അതില്ലാതെ ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. എനിക്കുണ്ടല്ലേ ഉണ്ടായിരുന്നു. അതിപ്പം ആര് വേണമെങ്കിലാവാം. ഫിലിം സ്റ്റാർ ആവാം, എന്നിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. എനിക്ക് ഫിലിം സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ വിട്ടു.
ചില സമയത്ത് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. എനിക്ക് ചില ടർക്കിഷ് സീരീസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കൊടുത്തില്ലേ. അതെ. മൂവിയിലുള്ള ക്രഷുകളുടെ പേര് പറ. മൂവിയിൽ എനിക്കാരും ക്രഷില്ല. എനിക്ക് അല്ലു അർജുൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആരും ക്രഷില്ല. പണ്ടൊരിടയ്ക്ക് എനിക്ക് ക്രഷ് എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഫഹദ് ഫാസിലും നസ്രിയും കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്തിന്റെ ബേസിലാണ് എനിക്ക് ക്രഷല്ല, എനിക്ക് അഭിനയം ഇഷ്ടമാണ്. അത് വിനീത് ശ്രീനിവാസന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്രഷ് ആയിട്ടില്ല. എനിക്കിതാണ് അങ്ങനെ. പിന്നെ വിജയ് ദേവരക്കൊണ്ടെന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. വിജയ് ദേവരക്കൊണ്ടെന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആരും ക്രഷില്ല. പക്ഷെ ക്രഷാണോ? അല്ല, ക്രഷല്ല. അന്നത്തെ മൂവിയൊക്കെ ഇറങ്ങിപ്പോലെ അങ്ങനെയുള്ള. ഓക്കെ, അപ്പൊ എടുത്തിറക്കട്ടെ. Never have I ever had a tattoo or piercing. POC I have. സോറി, ഐ ഹാവ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ടാറ്റു ഇല്ല ഞങ്ങക്ക്. ടാറ്റു ഇല്ല, പക്ഷെ റിംഗ് ടാറ്റു അടിച്ചു. റിനി ടാറ്റൂ ഞാൻ റിംഗ് ടാറ്റു സ്റ്റഡ് അടിച്ചിട്ടുണ്ട്. എനിക്ക് 3 എണ്ണം ഉണ്ട്. ഞാൻ കഴിഞ്ഞ മാസമാണ് സ്റ്റഡ് അടിച്ചു, പിന്നെ മൂക്കുത്തി. കൂടുതൽ എനിക്ക് 3 എണ്ണം. 3 എണ്ണം. എനിക്ക് ഒരെണ്ണം എനിക്ക് 3 എണ്ണം. മൂക്കുത്തിയും കൂടെ. ഓ, അങ്ങനെ അന്നാലും വിളിക്കാം. അപ്പുറത്ത് 2 3 4 അങ്ങനെ. ഇവൾക്ക് 6 എണ്ണം, എനിക്ക് 5 എണ്ണം. എനിക്ക് 3 എണ്ണം. അല്ല 4. ഒരു കാലം പഠിച്ചിട്ടില്ല, ഒരു കാലം മാത്രം 5 4. ഓക്കെ. എന്നാ റിനി പക്ഷെ സെക്കൻഡ് സ്റ്റഡ് അടിച്ചിട്ടില്ല, ടാറ്റു മാത്രം ചെയ്തിട്ടുള്ളൂ. യെസ് യെസ്, അവള് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല. Okay. Never have I ever accidentally sent a weird text to my crush. No, I have. വിയർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാണ്ട്, പെട്ടെന്ന് അറിയാണ്ട് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? അറിയാണ്ട് ടെക്സ്റ്റ് പോയിട്ടുണ്ടോ? അറിയാണ്ടൊന്നുമില്ല, അറിഞ്ഞിട്ട് ചെയ്തിട്ട് അറിയാണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതല്ല ചോദിച്ചത്. എങ്ങനെ അറിഞ്ഞിട്ട് ചെയ്തിട്ട് അയ്യോ തെറ്റിയോ, ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ട് അവരോട് പറഞ്ഞു അയ്യോ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തില്ല. അറിയാണ്ട് ഞാൻ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. വിയേർഡ് ആയിട്ടുള്ള വേറെ പ്രത്യേകിച്ച് എനിക്ക് പറ്റിയിട്ടില്ല. ആ വീടായിട്ടുള്ള ടെക്സ്റ്റ് ഒന്നും അറിയാണ്ട് പോയിട്ടില്ല. അതായത് വിയേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ല, ചില സമയത്ത് എന്തെങ്കിലും ഇപ്പൊ ഒരു മീംസ് എന്തെങ്കിലും ഷെയർ ചെയ്യും, എന്നിട്ട് മീംസ് എന്തെങ്കിലും ഷെയർ ചെയ്തതിനു ശേഷം അയ്യോ തെറ്റി വന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ട്. വേറെ അങ്ങനെ വിയേർഡ് മെസ്സേജസ് ഒന്നല്ല, അങ്ങനെ എന്തെങ്കിലും. Never have I ever made a funny face in a photo. എന്റെ പൊന്നെ I have. ഞങ്ങളതിന്റെ മെയിൻ ആൾക്കാരാ. ഞാൻ അവിടെ ഏത് ഫോട്ടോ എടുത്താലും ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾ ചിരിക്കാൻ അങ്ങനെ ഒരു ഫേസ് ഉണ്ട്. എടുക്കട്ടെ. പോസ്റ്റ് ചെയ്താൽ ആ ഫേസ് ആണ്, വിയേർഡ് ഫേസ് ആണ്. Never have I ever gone on a trip across multiple states. സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ടുണ്ട്. റോഡ് ട്രിപ്പ് പോയിട്ടുണ്ട്. I have. അതിപ്പോ റീസെന്റ് നമ്മള് Recent അല്ല, മറ്റേ കുറച്ച് മുന്നേ. Never have I ever learned to solve a Rubik's Cube in under a minute. I haven't. Rubik's Cube 1 മിനിറ്റിൽ പോയിട്ട് അല്ലാണ്ട് എത്ര നേരം ചെയ്യാൻ അറിയില്ല. പിന്നെ തിരിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ കാണാറുണ്ട്, എനിക്ക് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാനിങ്ങനെ നോക്കും അത് പറ്റിയിരുന്നില്ല. അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് 1 മിനിറ്റ് 1 മിനിറ്റ് പോയിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ എത്ര നേരം എടുത്താലും കഴിയില്ല. വെറുതെ കയ്യിലിരുന്ന് തിരിച്ചതല്ലാണ്ട് തിരിച്ചു നോക്കിയിട്ടില്ല. അതെ. ഞാൻ പക്ഷെ ഇത് ഇഷ്ടമായിട്ടോ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. Never have I ever had a crush on a cartoon character. Crush. കാർട്ടൂൺ ക്യാരക്ടർ Crush. I have. മായക്കണ്ണൻ. ഇഷ്ടമാണ്. ക്രഷ് അല്ല, പക്ഷെ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ മായക്കണ്ണനെ പോലെ ഒരാളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങനെ ആലോചിക്കാം. എനിക്ക് ആരോ എന്റെ മനസ്സിലേക്ക് പക്ഷെ ഓർമ്മയില്ല. അടിപൊളി ജില്ലിയായി ഏത് നേരത്തും
പറക്കും കണ്ണൻ. അതൊക്കെ പണ്ടത്തെ കാലം. അതെ. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നല്ലേ കൊച്ചു ടിവിയിലൊക്കെ ഇന്നെന്ന് തോന്നുന്നു കൊറേ നാൾ മുന്നേ കണ്ടപ്പോ. അപ്പൊ നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോട്ടോ. Never have I ever gone on a relaxing boat ride. യെസ് ഐ ഹാവ്. പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം. ഞാൻ കസിൻസിന്റെ കൂടെ ഒരു ബോട്ട് പോയിട്ടുണ്ട്. ഞാനത് കസിൻസിന്റെ കൂടെ ഫുള്ള് കാലത്തോട്ട് വൈകുന്നേരം വരെ അല്ല അത് കഴിഞ്ഞ വേറെ സ്ഥലത്ത് കയറി. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. ഒരു ഐലൻഡിലേക്ക് പോയത്. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് കസിൻസിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ പോവാറുണ്ട്. ഞാൻ തന്നെയല്ല. Never have I ever eaten something expired. എനിക്ക് എന്താ ഫുള്ള് ഈറ്റുണ്ട്. ഇന്നലെയും കൂടി തിന്നുള്ളൂ. അത് എക്സ്പയർഡ് അല്ലായിരുന്നു guys. അത് ഞാനേ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോ കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നായിരുന്നു. ഓക്കെ ബൈ ദ വേ എക്സ്പയർഡ് തിന്നിട്ടൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഹൈദരാബാദിൽ നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒപ്പം എനിക്ക് ഇവിടെ കഴിക്കാൻ വേണ്ടി പിന്നെ നല്ല സാധനങ്ങളൊക്കെ ചിലപ്പോ മറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കും. എക്സ്പയർഡ് ആളുകളുടെ നമുക്ക് ഇതൊക്കെ അപ്പൊ ഞാനത് ഇന്നലെ നിങ്ങളും അങ്ങനെയാണോ കമന്റ് ചെയ്യൂ. ഞാൻ കഴിച്ചവരെ ഫെറാറോ റോഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് വാങ്ങിച്ചിട്ട് കണ്ട് അത് പൊട്ടിച്ചു വന്നപ്പോ അതിന്റെ ഇതില് വെള്ള ഒരു ഇത് വന്നു. പക്ഷെ അത് പക്ഷേ ഡേറ്റ് ഞാൻ അപ്പം ഇന്നലെ എടുത്തത് എക്സ്പയർഡ് ആയതല്ല, അത് പൂത്തു. അത് വെള്ളയായിരുന്നു, വെള്ള കളർ പൂത്തത് വെള്ള കളറ് സാധനമായിരുന്നു. അത് പൂത്തത് വെള്ള കളറായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ രാത്രി ആക്രമണത്തിൽ ഞാൻ എടുത്ത് കഴിച്ചു. പക്ഷെ പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി അതായിരുന്നു പ്രോബ്ലം. ഞാനല്ലേ നീ അല്ലേ പിടുത്തത്? Never have I ever attended a concert of my favorite artist. I haven't. എന്റെ ശ്രേയാ ഘോഷന്റെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറെ പേരുണ്ട്. ശ്രേയാ ഘോഷാൽ എനിക്ക് അങ്ങനെ കാണണമെന്ന് തോന്നിയിട്ടില്ല. അല്ല ഞാൻ യൂട്യൂബിൽ എനിക്ക് കുറെ പേര് എനിക്ക് കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ അതെ ഞങ്ങളൊരു ദിവസം എല്ലാവരും കൂടി പോവും. one day cross. എടുക്കട്ടെ അതിന്റെ വീഡിയോ കാണാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. Okay, never have I ever had a surprise proposal. Never have I ever had a surprise proposal. സർപ്രൈസ് പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടോ? I have. നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഗേൾസിന്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞാൽ ഒട്ടും എനിക്ക് വിശ്വാസം വരില്ല. എനിക്ക് അതിന് മുന്നിൽ വെച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കണ്ടാൽ മാത്രം വിശ്വസിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉള്ളിൽ എന്ത് തോന്നിയാലും ഞാനിങ്ങനെ അത് ആ ഒരു ഇതിലിടും. നേരിട്ട് വന്ന് പറയുകയും കാണുകയൊക്കെ ചെയ്താലാണ്. അപ്പൊ എനിക്ക് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവര് തരുമ്പോഴാണല്ലോ ഒരു സർപ്രൈസ് അറിയാത്ത ഒരാളായിരുന്നു. അങ്ങനെയല്ല. അപ്പൊ ചിലത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അങ്ങനെ കുറെ പേരൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പറഞ്ഞ ആൾക്കാര് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പെട്ടെന്ന് അത് ഭയങ്കര സർപ്രൈസ്. എന്ത് എന്നെയോ എനിക്ക് 1-2 പേരൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത് സർപ്രൈസ് പ്രപ്പോസൽ വലിയൊരു പാർട്ടിയുടെ എങ്ങനെ പറയാനാ? ഓക്കെ എടി ഇവിടെ ഉദ്ദേശിച്ചത് അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രപ്പോസലുകൾ കിട്ടും, ചിലത് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. അൺഎക്സ്പെക്ടഡ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, സർപ്രൈസ് പ്രപ്പോസൽ. അതൊരു സർപ്രൈസ് പ്രപ്പോസൽ ഒന്നും കിട്ടില്ല. വെക്കാൻ പോണെന്ന് ആകത്തിലെന്തോ പറയും. ആലോചിച്ച് പറയാൻ Never have I ever told a lie to get out of. Never have I ever told a lie to get out of a trouble. I haven't. I have. എല്ലാവരും അതെല്ലാരും പറഞ്ഞല്ലോ. കുട്ടിക്കാലം തൊട്ടേ കുഞ്ഞു കുഞ്ഞു കളങ്ങളൊക്കെ അതെ എന്തായാലും കിട്ടണ്ട ഏതെടുക്കണ്ടേ. Never have I ever laughed
so hard I cried. പിന്നീടാണ് I have. അതിപ്പോ ഞങ്ങള് ചിരിക്കുമ്പോ തന്നെ ചിരിച്ച് മണ്ട് തപ്പി. അതെ, എന്റെ ഒരു ചെറിയ കാര്യം മതി അപ്പേക്ക് തുടങ്ങും. ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ചിരിക്കും. എന്റെ ചിരി ഞാൻ കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടില്ല. ഓക്കെ. അതിന് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ല, അവളെ നിന്നിന്റെ തിരികെ ഒരു സബ്സ്ക്രൈബർ, ഒരു ലൈക്ക്, ഒരു ഷെയർ. ഞാനല്ലേ നെവർ എവർ ഐ ഹാഡ് അല്ല, അത് എനിക്ക് സംഭവം കണ്ടപ്പോ മനസ്സിലായി. never have I ever had a candlelight dinner with someone special. haven't. എനിക്കറിയാം അതിന്റെ ഉത്തരം ഐ ഹാവിന്റെ ആണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ചോദിക്കാൻ ഡിന്നർ കൊടുക്കാൻ പറ്റിയ സാധനം. അതെ, വേണമെങ്കിൽ തമ്മ, ഞങ്ങള് കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇറക്കണ് ഇന്നടിക്ക് എനിക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു വിഷമില്ല. Never have I ever had a pet dog. എനിക്ക് ഭയങ്കര ആഗ്രഹം, പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിക്കും എനിക്കുണ്ട്, ഞങ്ങൾക്ക് രണ്ടാൾക്കില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം, അതെ, സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല ഗൈസ്. സാഹചര്യമല്ലേ, വീട്ടിലൊരു സമ്മതിക്കണ്ടേ. ഒരു സാഹചര്യം വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം ഞാൻ പെട്ടിനെ കൊണ്ടു, പിന്നെ അവർക്ക് ഇഷ്ടമായി. ഭയങ്കര ഇപ്പൊ അവർക്ക് എന്നെക്കാളും ഇഷ്ടം അവിടെയാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പട്ടി. പക്ഷെ എനിക്കും പട്ടി, നീ എല്ലാം പിടിച്ചേ. എനിക്ക് പട്ടികളെ വേണമെന്നുണ്ട്, പക്ഷെ അതിന്റെ അവസാനം ഞാനൊരു ക്ലീൻ ആയി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പീക്കു. അല്ല, വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. രണ്ട് കിളിയുണ്ട് ഗൈസ്, കിവി ആൻഡ് പീക്കു. മുന്നോട്ടുണ്ടായി, പക്ഷെ ചത്തുപോയി. കിവി, അതും കിവിയായിരുന്നു. Never have I ever eaten an entire pizza by myself. I haven't. രണ്ടുപേരും കൂടി കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല. ഞാൻ എന്ന് പിസ്സ കഴിക്കുമ്പോൾ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? മിനി പീസ ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒറ്റടിക്ക്. ഞാൻ 2 പീസ്, ഞാൻ കഴിച്ചിട്ടുണ്ട് 2 പീസ്. ഫുൾ പിസ്സ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ കഴിച്ചിട്ടില്ല പിസ്സ. ഞാൻ ഇങ്ങനെ കഴിച്ചു. എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നീ ഫുള്ള് കഴിച്ചിട്ടുണ്ടാ? ഫുൾ കഴിച്ചെന്ന് തോന്നണോ? എനിക്ക് ഓർമ്മയില്ല. അപ്പൊ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഞാൻ ഇനി കുറച്ചും കൂടെ തുള്ളൂ കേട്ടോ ഗൈസ്. പക്ഷെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എനിക്ക്. Never have I ever received a surprise bouquet of flowers. I haven't. എനിക്കറിയായിരുന്നു, എന്നാലും ഇതൊക്കെ രസമല്ലേ ഗൈസ്. ഇവിടെ മനഃപൂർവ്വം ചോദിച്ചു വിഷമിപ്പിക്കുകയാണ്. ഇമോഷണൽ ഡാമേജ് പറയുന്നത്. എനിക്കറിയാം, ഒരു കിട്ടിയിട്ടില്ല. നീ ഞാൻ ഇവര് പറയാണ്ടിരുന്നുണ്ടെങ്കിലും നിന്നോട് പറയാൻ ഇതില് പറയാമോ? Never have I ever had a weird haircut. I haven't. കിട്ടിയിട്ടില്ല. ഹെയർ കട്ടുകൾ കൂടുതലും പരീക്ഷിക്കാൻ ചെയ്യണം. ഞാൻ ബാങ്ക്സ് വെട്ടിണ്ടായിരുന്നു, പക്ഷെ അത് വെട്ടി കഴിഞ്ഞപ്പോ എന്നോട് കുറച്ചുപേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ചുപേർക്ക് ഇഷ്ടമായി. മ്യൂച്വൽ ആയിരുന്നു. അങ്ങനെ ഭയങ്കര വിയേർഡ് ആയിട്ട് തോന്നുന്നു. ഞാൻ ഹെയർ കട്ടുകൾ നോർമലി കുറവാ മൊത്തത്തില്. എന്റെ ഹെയർ കട്ട് ചെയ്ത് മുടി കുറെ പോയിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് വിയേർഡ് ആയിട്ടുള്ള എനിക്ക് കൂടുതൽ അമ്മ വിട്ടു തരാം. എന്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്, അതുകൊണ്ട് അമ്മേനെ വിട്ടു തരാം. അങ്ങനെ ഒന്നും ഞാൻ ലാസ്റ്റ് 3 ഗൈസ്, 3 ഞാൻ എണ്ണീട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും അതിട്ടത് Never have I ever had a personalized love letter written for me. I have guys. അതെ, അത് അതെ ഓർത്തിരിക്കാം. പക്ഷെ ഇപ്പൊ കാണുമ്പോ ചിരി പറയുന്നില്ല. അതെ. Okay. Never have I ever fallen asleep in a class. എന്റെ പൊന്നെ, അത് എനിക്ക് തോന്നുന്നു യൂഷ്വലി എല്ലാ പിള്ളേരും ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ഓക്കെ ഗൈസ്, ഞാൻ never have I ever gone to a sporting event. സ്പോർട്സിന്റെ എന്തെങ്കിലും ഇവന്റ്സിന് പോയിട്ടുണ്ടോ? I have. ഞാൻ സ്കൂൾ സ്പോർട്സ് ഒക്കെ ഉണ്ടായി. അതന്നെ ഉദ്ദേശിച്ചത്. I have. രണ്ടൊരു ഇവന്റ് ആയിട്ട് ഫുട്ബോള് ഞാൻ പറയാൻ ഡിസ്പ്ലേ റീലേക്ക് ഞാൻ വേണം. എനിക്ക് ഷോർട്സ് ആയിരുന്നു. ഞാൻ ഷോർട്സ് അല്ല
ഞാൻ റിവ്യൂ കൂടി ഓടിട്ട് ഷോർട്ട് പുട്ട് ഞാൻ ഷോർട്ട് പുട്ടിന് പോയിട്ട് ഓട്ടത്തിന് റിവ്യൂ ചെയ്യണപ്പോ ഞാൻ അവളെ സഹായിക്കാൻ വേണ്ടി പോയി. ഞാൻ ഓടിക്കേടി റിവ്യൂ ചെയ്തു. എനിക്ക് വിഷമം ഞാൻ തിരിച്ചു പോയി. ബെസ്റ്റ് ഈ മനസ്സിലായി കാണാതെ പോയത് കഴിച്ചു. ഞാൻ റിലേ പിന്നെ ഓട്ട മത്സരം അതൊക്കെ വെറുതെ ഞാൻ റേസ് ഞാൻ ഷോർട്ട് പുട്ടിന് പോയിട്ടുണ്ട്. മാർച്ച് പാസ്റ്റിന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എവിടെയാ? LP സ്കൂളില്. വോളിബോളിന് പോയിട്ട് സെക്കൻഡ് കിട്ടിയിട്ട്. അല്ല വോളിബോളല്ല, ഹാൻഡ് ബോളിന് പേര് തിരിച്ചു വരാം. സോ നമ്മുടെ ബൗളനായ കാലി നമ്മുടെ എത്ര ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ നമ്പറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് നിന്ന് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു. ഞാൻ ആസ്വദിച്ച് വരികയായിരുന്നു. അതെ, അപ്പൊ നിങ്ങൾ പറയും ഗൈസ് ഇനി കുറച്ചും കൂടെ ഇതിനും എന്താ പറയാ നല്ല ക്വസ്റ്റ്യൻസ് വേണം, അടിപൊളിയായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതെ, നമ്മൾ അതിന് നമ്മളൊരു നെവർ ഹാവ് ഐ എവർ ഹാവ് ഇറ്റ് ആ ഒരു ഇത് ചെയ്യും. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക്, ഇതാണ് ഗൈസ് ആ മിസ്റ്റേക്ക്. അതായത് വേറെ ഒന്നല്ല, ഞാൻ അതെ കണ്ടിട്ടുണ്ടാവായിരിക്കും. ഞാനിവിടെ ഐ എഴുതി എച്ചിന്റെ 2 വര ഇട്ടു. പിന്നെ വര വരച്ചപ്പോ അത് ഐയുടെയും ഈ എച്ചിന്റെയും ഫസ്റ്റത്തെ 2 വരയും കൂട്ടി വരച്ചു. അതായത് ഇവിടെ ആയിരുന്നു ഈ വര വരയ്ക്കേണ്ടത്, പക്ഷെ ഞാൻ തെറ്റി വരച്ചത് ഇവിടെ പോയി. ഇതിപ്പോ HIVE കിടക്കണേ. പിന്നെ എനിക്ക് വീണ്ടും മാറ്റിയത് സെറ്റ് ചെയ്യാനുള്ള മടിയില്ലായ്മ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ടൈം കിട്ടുന്ന ടൈമിൽ ചെയ്യണോണ്ടായതുകൊണ്ട് ഇത് ഇത്രയും നേരം ഞാൻ ഈ 3 സാധനം ഉണ്ടാക്കിയില്ലേ. വെരി ഗുഡ് ജോബ്. അപ്പൊ എന്റെ മൂഡ് പോയി. ചെയ്തു. സോ ഗൈസ്, അപ്പൊ ഇതായിരുന്നു ആ ഒരു മിസ്റ്റേക്ക് പറഞ്ഞത്. അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയി കണ്ടുപിടിച്ചെടുത്ത് അതെ കമന്റ് ഇട്ടവർക്കൊക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് പോയിട്ട് കാണാം. അടുത്ത വീഡിയോ പിടിക്കുക. നമ്മള് ലിങ്ക് ഇട്ടിട്ടുണ്ടാവും വേറെ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇതിന്റെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് അതും പോയി കാണാം, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഐക്കാർഡിലും കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇനി ചലഞ്ചസ് ആണോ, ചലഞ്ചസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ വ്ലോഗ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡാൻസ് വരും. Go watch. അതെ, And like, share, subscribe, comment your opinions. അയ്യോ ഒപ്പീനിയൻ വേണ്ട, എല്ലാം നല്ലത് കമന്റ് ചെയ്യാം. ഓക്കെ, ഡാൻസ് ഇഷ്ടായോ ഇല്ലയോ അങ്ങനത്തെ ഒക്കെ ഫർദർ നമ്മളിനി ചെയ്യണോ. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും